പണ്ട് പണ്ട് സത്യയുഗത്തിന്റെ ആരംഭത്തിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ പുലസ്ത്യ പ്രജാപതിക്ക് വിശ്രവസ് എന്നൊരു മകനുണ്ടായിരുന്നു. വിശ്രവസ് അതിമഹത്തായ തപശക്തിയുള്ള ഒരു മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ഇളവിളയിൽ ജനിച്ച പുത്രനാണ് കുബേരൻ. കുബേരൻ ചെറുപ്പം മുതലേ അച്ഛനെ പോലെ കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നതിൽ താല്പര്യം കാണിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ അദ്ദേഹം ജലത്തിൽ മുങ്ങി തപസ് ചെയ്തു. പിന്നീട് പഞ്ചാഗ്നിയുടെ നടുവിൽ ഒറ്റക്കാലിൽ നിന്ന് തപസ് തുടർന്നു. അദ്ദേഹത്തിന്റെ ഈ കഠിനമായ തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് കുബേരന് വരങ്ങൾ നൽകി. ബ്രഹ്മാവിൽ നിന്ന് കുബേരന് ലഭിച്ചത് അമൂല്യമായ വരങ്ങളായിരുന്നു. ലോകപാലക സ്ഥാനം, 8 ദിക്കുകളിലെ കാവൽക്കാരിൽ ഒരാളായി ഉത്തര ദിക്കിന്റെ അധിപനായി കുബേരൻ നിയമിക്കപ്പെട്ടു. ധനാധിപത്യം, ഭൂമിയിലെ സകല നിധികളുടെയും സമ്പത്തിന്റെയും ഉടമസ്ഥനും കാവൽക്കാരനുമായി. പുഷ്പക വിമാനം, മനസ്സിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സുവർണവും അത്യാധുനികവുമായ ഒരു പറക്കും കൊട്ടാരം.